പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ മലയാളം കഥകളതിമോഹനം എഴുത്തച്ഛൻ്റെ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞതാണ്. ആ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷത എന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. പാൽ കുറുക്കിയെടുത്ത് പഞ്ചസാര ചേർത്ത് കുഴമ്പാക്കിയതും നല്ല ശുദ്ധമായ കദളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ മെല്ലെ മെല്ലെ മൃദുവായി തിരുമി ഉടച്ച് അതിൽ തേൻ ചേർത്ത് വല്ലവും ശർക്കരയും പൊടിച്ചു ചേർത്തുണ്ടാക്കിയ പാനീയവും വെള്ളിത്തളികയിൽ പഞ്ചവർണ്ണക്കിളിക്ക് കൊടുക്കുന്നു. കുടിക്കുന്നതിനായി നീല കരിമ്പിൻ ചാറും ഇളനീരും പാലും തേനും നൽകുന്നു. കിളിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നൽകി നല്ല രീതിയിൽ കഥ പറയിക്കുകയായിരുന്നു എഴുത്തച്ഛൻ്റെ ഉദ്ദേശം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. കർണസുഖം ഞാൻ പറകയില്ലാരോടും. കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ചും തല്ലുകൂടിയും നാണം കെട്ട് നടക്കുന്ന ആളുകളെയാണ് വർത്തമാനകാല സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കർണൻ്റെ സ്വഭാവം. നാം പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനായി പലതും മറച്ചു വയ്ക്കാറുണ്ട്. കർണൻ ഇവിടെ പറയുന്നത് നോക്കുക. മറ്റുള്ളവരുടെ സുഖത്തിനായി താൻ വെറും വാക്കുകൾ പറയില്ലെന്നാണ്. കർണനോട് കൗരവ സേനാപതിയായി സ്ഥാനമേൽക്കുക എന്ന് ദുര്യോധനൻ പറയുമ്പോൾ തന്നേക്കാൾ യോഗ്യനായ ദ്രോണാചാര്യരെ ആ സ്ഥാനം ഏൽപ്പിക്കൂ എന്നാണ്. ഇവിടെയാണ് കർണൻ്റെ സ്വഭാവ മഹിമ നമ്മൾക്ക് വ്യക്തമാകുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളുകളുടെ ഇടയിലാണ് തന്നേക്കാൾ യോഗ്യനായ മറ്റൊരാളെ അത് ഏൽപ്പിക്കാൻ കർണൻ തയ്യാറാകുന്നത്. വർത്തമാനകാല സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുക, സത്യം പറയുക, പറയേണ്ട കാര്യങ്ങൾ ആർജവത്തോടെ പറയുക, ഇതെല്ലാം വർത്തമാനകാല സമൂഹത്തിൽ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. വർത്തമാനകാല സമൂഹത്തിന് മാതൃകാ പുരുഷനാണ് കർണൻ. സത്യം മാത്രം പറയുക, ധർമ്മത്തിൽ ചരിക്കുക എന്നതാണ് കർണൻ്റെ ദർശനം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞഞ്ചെവി രണ്ടും കുളിർക്ക പറക നീ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും. ചെവി രണ്ടും കുളിർക്കെ പറക. കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത്. രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയല്ല? അഭിപ്രായം സമർത്ഥിക്കുക. എൻ്റെ രണ്ടു ചെവികളും കുളിർപ്പിക്കുന്ന വിധത്തിലുള്ള കഥകൾ സന്തോഷത്തോടെ പറയാനാണ് കവി പഞ്ചവർണ്ണ തത്തയോട് ആവശ്യപ്പെടുന്നത്. സന്തോഷകരമായ കാര്യങ്ങൾ ചെവിക്ക് ഇമ്പമാകുന്ന തരത്തിൽ മാധുര്യത്തോടെ പാടാൻ കവി തത്തയോട് പറയുന്നു. എന്നാൽ കർണൻ പറയുന്നത് കർണസുഖത്തിനു വേണ്ടി ഞാൻ ആരോടും ഒന്നും പറയില്ലെന്നാണ്. അതായത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനായി പാഴ്വാക്കുകൾ താൻ പറയില്ലെന്ന്. ഒരേ അർത്ഥം വരുന്ന പ്രയോഗമാണെങ്കിലും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ആശയങ്ങളെയാണ് ഇവ ധ്വനിപ്പിക്കുന്നത്. നാലാമത്തെ ചോദ്യം: ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്ന് വരുമിനി നിർണയം. കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ. ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. എഴുത്തച്ഛൻ. മുകളിൽ നൽകിയ കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. ആദരവോടെ ആണെങ്കിലും ധാരാളമായി കോരി വിളമ്പിയാൽ സ്വാദ് ഉണ്ടാകില്ലെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. എഴുത്തച്ഛൻ പറയുന്നതാകട്ടെ നന്നായി ചുരുക്കി പറയാം എന്നാണ്. ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുമ്പോഴാണ് സ്വാദ് അനുഭവപ്പെടുന്നത്. അധികമായാൽ അമൃതും വിഷം എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലോ. ഭാഷയുടെ കാര്യം എടുത്താൽ പറയുന്ന കാര്യം ചുരുക്കി
വ്യക്തതയോടെ പറയുമ്പോഴാണ് അത് കേൾവിക്കാരന് ഇമ്പമുണ്ടാക്കുന്നത്. പറയുന്ന കാര്യം ചുരുക്കി വ്യക്തതയോടെ പറയണമെന്ന് സാരം. വാക്കുകൾ മിതവും സാരവും ആയിരിക്കണം. പരത്തി പറയുകയല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ ചുരുക്കി വ്യക്തമാക്കി പറയണമെന്ന് സാരം. അഞ്ചാമത്തെ ചോദ്യം, സ്ത്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിലെ ഒരു ഭാഗം, അതുപോലെ തന്നെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണ പർവ്വത്തിലെ ഒരു ഭാഗവും തന്നിരിക്കുന്ന ഈ കവിതാഭാഗങ്ങൾക്കും അതുപോലെ പാഠഭാഗത്തിനും യോജിച്ച താളം കണ്ടെത്തി അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നും കൂടി ചോദ്യമുണ്ട്, ചർച്ച ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് പ്രയോഗഭംഗി, ശബ്ദഭംഗി, വാഗ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കണം. കൂട്ടുകാർ താളം കണ്ടെത്തി അവതരിപ്പിക്കണം കേട്ടോ. 2 കവിതാഭാഗങ്ങളും വ്യത്യസ്ത ഭാവത്തിലുള്ളവയാണ്. എന്നിരുന്നാലും 2 ഭാഗങ്ങളിലും എഴുത്തച്ഛൻ ഒരേ താളമാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. കുരുക്ഷേത്ര യുദ്ധത്തിൽ 100 പുത്രന്മാരും മരിച്ച ഗാന്ധാരിയുടെ വിലാപമാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത്. മൃതദേഹങ്ങൾ നിറഞ്ഞ യുദ്ധക്കളം വർണ്ണിക്കുന്ന ഈ ഭാഗത്ത് കരുണരസമാണ് നിറയുന്നത്. സന്ദർഭത്തിന് അനുയോജ്യമായ ഭാഷയാണ് എഴുത്തച്ഛൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഈശ്വര, ദൈവമേ തുടങ്ങിയ പദങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഭീഷ്മരുടെ വീര മരണത്തിന് ശേഷമുള്ള ഘട്ടമാണ് ആദ്യത്തിൽ പറയുന്നത്. കർണൻ നിരവധി സ്ത്രീകളുടെ ആരാധ്യനായ വീരനായ ദൈവിക ഗുണമുള്ളവനായിരുന്നു. ഏവർക്കും പ്രിയപ്പെട്ടവനാണ്. കുണ്ടലങ്ങൾ വേറിട്ട് നിലത്ത് കിടക്കുന്ന കർണൻ. ഗണ്ഡസ്ഥലം ഇപ്പോഴും കർണൻ്റെ മിന്നുന്നുണ്ട്. കർണൻ്റെ വില്ല് വേറെ കിടക്കുന്നു. കണ്ടാൽ മനോഹരനായ അവൻ്റെ ശരീരം നായകളും കാട്ടുമൃഗങ്ങളും വന്ന് കടിച്ചു വലിക്കുന്നു. അതിനുള്ള കാരണം എന്താണ് ദൈവമേ? ഇവിടെ പദങ്ങളുടെ ഉചിതമായ തിരഞ്ഞെടുപ്പിലൂടെ കർണൻ്റെ ഭംഗിയും ദാരുണാവസ്ഥയും ഒരേ സമയം പ്രകടമാകുന്നു. അർജുനൻ പ്രയോഗിച്ച ബാണത്താൽ ആനപ്പുറത്ത് യുദ്ധം ചെയ്ത ഭഗദത്തൻ തലയറ്റ് കിടക്കുന്ന കാഴ്ചയാണ് 2ാമത്തെ ഭാഗത്തിൽ പറയുന്നത്. യുദ്ധം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത്. ആനയുടെ വാലും വെട്ടി കൗരവ സൈന്യത്തിന് വലിയ ആകുലതയും ഇതുണ്ടാക്കുന്നതായി പറയുന്നുണ്ട്. അനുയോജ്യമായ പദപ്രയോഗങ്ങൾ തന്നെയാണ് എഴുത്തച്ഛൻ ഇവിടെയും എടുത്തിരിക്കുന്നത്. വാരണവീരൻ, തലയെറ്റു കോലാഹലത്തോടെ, വാലുമരിഞ്ഞിട്ട് തുടങ്ങിയ പദങ്ങൾ ഉദാഹരണങ്ങളാണ്. ആവിഷ്കരിക്കപ്പെടുന്ന ഭാവത്തിൻ്റെ പ്രകൃതിക്കനുസരിച്ച് മാറിവരുന്ന ശൈലിയായിരുന്നു എഴുത്തച്ഛൻ്റേത്. കോപം, അട്ടഹാസം എന്നിവയിൽ ഊർജ്ജസ്വലതയും ശൃംഗാരത്തിന് കോമളത്വവും ഹാസ്യത്തിലും മറ്റും സാരല്യം എന്നിങ്ങനെ തെന്നി മാറുന്ന ഭാഷാശൈലിയാണ് കവി സ്വീകരിച്ചിരുന്നത്. പഴയ പാട്ടുപ്രസ്ഥാനത്തിൽ നിന്നും മണിപ്രവാള പ്രസ്ഥാനത്തിൽ നിന്നും സമ്പൂർണമായി വിട്ടുമാറി മലയാള വ്യാകരണ സ്വരൂപത്തിൽ അടിയുറച്ചതും സംസ്കൃത പദങ്ങൾക്ക് സ്വാഗതം നൽകുന്നതുമായ ഭാഷാരീതിയാണ് കിളിപ്പാട്ടിലുള്ളത്. മലയാളത്തിൻ്റെയും സംസ്കൃതത്തിൻ്റെയും ഉചിതമായ സംയോജനത്തിൻ്റെ വിജയമായിരുന്നു കിളിപ്പാട്ട് കൃതികൾ. എഴുത്തച്ഛൻ്റെ ഭാഷയുടെ നവീനത്വവും ഇതുതന്നെയായിരുന്നു. ഇതിഹാസ കൃതികളായ രാമായണവും മഹാഭാരതവുമാണ് എഴുത്തച്ഛൻ തൻ്റെ കിളിപ്പാട്ടിനായി സ്വീകരിച്ചത്. ഇതിൽ എഴുത്തച്ഛൻ്റെ കാവ്യസിദ്ധി പൂർണ്ണമായും വികസിച്ച് കാണാൻ കഴിയുന്നത് മഹാഭാരതം കിളിപ്പാട്ടിലാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കാവ്യവും മഹാഭാരതം കിളിപ്പാട്ട് തന്നെ. ജീവിതത്തിൻ്റെ മൗലിക പ്രശ്നങ്ങളെയും മൂല്യങ്ങളെയും ആകർഷകമായ കാഴ്ചപ്പാടിൽ കുടുംബരാഷ്ട്ര പശ്ചാത്തലത്തിൽ നോക്കിക്കാണുന്ന കൃതിയാണിത്. സന്ദർഭത്തിന് അനുയോജ്യമായ ധാരാളം പദങ്ങൾ പാഠഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായി, സംഹാരമൂർത്തിയായ ശിവന് തുല്യം എന്ന അർത്ഥത്തിൽ ഭീഷ്മ സമാനൻ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഭീഷ്മ സമാനൻ എന്ന പ്രയോഗം
അതിന് സംഹാരമൂർത്തിയായ ശിവന് തുല്യമെന്നാണ് അർത്ഥം. പിന്നെ മറ്റൊന്ന്, ചൊല്ലുന്നതുണ്ടു കനയ്ക്ക് ചുരുക്കി ഞാൻ എന്ന വരികൾ എഴുത്തച്ഛൻ്റെ കാവ്യ രീതിയുടെ സവിശേഷതയായി നമുക്ക് പറയാവുന്നതാണ്. വളരെ കുറച്ചു വാക്കുകൾ കൊണ്ട് വലിയൊരു ആശയ പ്രപഞ്ചമാണ് എഴുത്തച്ഛൻ നമുക്ക് തുറന്നു തരുന്നത്. മറ്റൊന്ന്, അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ശബ്ദഭംഗിയാണ്. അതിൽ ഉദാഹരണമായിട്ട് മെല്ലെ, വല്ലം, കർണൻ, കർണസുഖം, കുണ്ടലം, ഖണ്ഡസ്ഥലം, വാരണവീരൻ തുടങ്ങിയ പദങ്ങൾ. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. ഈ വരികളിൽ ആദ്യത്തെയും രണ്ടാമത്തെയും അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത് കാണാം. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുകയാണെങ്കിൽ ദ്വിതീയാക്ഷരപ്രാസം, ആദ്യത്തേത് ആവർത്തിച്ചാൽ ആദ്യപ്രാസമാണ്. മറ്റൊന്നുകൂടി പരിശോധിക്കാം. വാരണവീരൻ തലയറ്റു വില്ലറ്റു, വീരൻ ഭഗദത്തൻ തൻ്റെ തലയറ്റു. ഈ വരികളിലും ആദ്യത്തെയും രണ്ടാമത്തെയും അവസാനത്തെയും അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത് കാണാം. മഹാഭാരതം കിളിപ്പാട്ടിൽ ഇത്തരത്തിൽ ധാരാളം വരികൾ നമുക്ക് കാണാനായി കഴിയും. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന, വാഗ്മയ ചിത്രങ്ങൾ വരയ്ക്കാനും വളരെ കഴിവുള്ള ഒരു കവിയായിരുന്നു എഴുത്തച്ഛൻ. കവിതയുടെ ആദ്യ ഭാഗത്ത് പഞ്ചവർണ്ണക്കിളിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെള്ളിത്തളികയിൽ നിരത്തി വെക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് വായിക്കുമ്പോൾ അത് നേരിൽ കാണുന്ന ഒരു പ്രതീതിയാണ് വായനക്കാരനിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വില്ലാളി വീരനായ കർണൻ കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചു കിടക്കുന്ന ആ കാഴ്ച, അതും വാക്കുകൾ കൊണ്ടുള്ള ഒരു ചിത്രം വരെ തന്നെയാണ്. മറ്റൊരു വാഗ്മയ ചിത്രമാണ് ഭഗദത്തൻ്റെ മരണം. തലയേറ്റ് കിടക്കുന്ന ഭഗദത്തനും അർജുനന്റെ ബാണം ആനയുടെ വാലുമരിഞ്ഞിട്ട് വലിയ ശബ്ദത്തോടെ കൂടെ പോകുന്ന ആ കാഴ്ചയും ഒരു ചലനാത്മകമായ വാഗ്മയ ചിത്രം തന്നെയാണ്. നമുക്കെന്നാൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുതും കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, നിർത്തുന്നു.